ബിസിനസ് ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടോ, അല്ലെങ്കിൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ? സാറിന് എന്താ തോന്നുന്നത്? ഇന്ന് ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷറിയോ അല്ലെങ്കിൽ ഒരു ഓപ്ഷനോ അല്ല, ഇതൊരു അനിവാര്യതയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം പറയും CRM ആണെങ്കിലും ERP ആണെങ്കിലും ഏത് തരത്തിലുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഡക്റ്റുകളാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിലേക്ക് വരുമ്പോഴത്തേന്. അതൊരു പ്രോപ്പർ സെയിൽസ് പ്രോസസ്സ് സെറ്റ് ചെയ്യുന്നതിൽ തൊട്ട് നമ്മളുടെ ഒരു പ്രോപ്പർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിലാണെങ്കിലും ഒക്കെ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ടൂൾ, ഇപ്പം എന്ത് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, നമ്മുടെ പ്രോസസ്സിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ പ്രോസസ്സിന് വേണ്ടി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഓരോ സോഫ്റ്റ്വെയറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പം ഈ സമയത്ത് നമുക്കിത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഡേറ്റ ഉണ്ട്, ഈ ഡേറ്റ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എൻ്റെ കാഴ്ചപ്പാടിൽ ഭാവിയിൽ കമ്പനികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ, വലിയ കമ്പനി ചെറിയ കമ്പനി, അല്ലെങ്കിൽ വലിയ കമ്പനികൾ തമ്മിൽ അല്ലെങ്കിൽ ചെറിയ കമ്പനികൾ തമ്മിലായിക്കോട്ടെ, ഇത് തമ്മിലുള്ള കോമ്പറ്റീഷനെക്കാട്ടിലും ഉപരിയായിട്ട് ടെക്നോളജി ഉപയോഗിക്കുന്ന കമ്പനികളും ടെക്നോളജി ഉപയോഗിക്കാത്ത കമ്പനികളും തമ്മിലായിരിക്കും കോമ്പറ്റീഷൻ വരാൻ പോകുന്നത്. അവിടെ ഡെഫിനറ്റായിട്ട് വിൻ ചെയ്യാൻ പോകുന്നത് ടെക്നോളജി ഉപയോഗിക്കുന്ന കമ്പനികളായിരിക്കും. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ അവരുടെ ഉണ്ടാവും, കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും, കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും, എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും, ഓരോ പ്രോജക്റ്റിൻ്റെയും ടൈം ലൈൻ കൃത്യമായിട്ട് ഈവൻ കളക്ഷനിൽ വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് എപ്പോഴും ഏത് ബിസിനസ്സാണ് ഏത് ലെവലിലാണെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുക.